ഹലോ ഗായ്സ്, ഞങ്ങളാണ് നിങ്ങളാണ് എന്തെല്ലാം സുഖം കണ്ടില്ല വെട്ടിയണ്ട ബ്രദേഴ്സ് ട്രാക്ക് ബീറ്റി. അപ്പൊ ഗായ്സ്, ഞങ്ങൾ ഇനി നാട്ടിലേക്ക് ഞങ്ങളുടെ കളികൾ അങ്ങ് ഇന്ത്യ we are coming guys, we are coming. പുതിയ പുതിയ വ്ളോഗുകൾ, പുതിയ പുതിയ പ്രൊമോഷൻ വർക്കുകൾ, കാര്യങ്ങളുമായിട്ട് നമ്മുടെ പേജുകളിൽ സജീവമായിട്ട് വ്ളോഗ് എല്ലാ ദിവസങ്ങളും ഉണ്ടാവും. ഇനി മുതൽ ഫാമിലി എന്റർടൈൻമെന്റ് ആണ്. അപ്പൊ പൊളിച്ചെടുക്കുന്നതാ പെട്ടിയിലും. എന്താണ് ഇനി മുതൽ എന്താണ് സംഭവം? നമ്മൾ മുതൽ ഫുൾ യൂട്യൂബ് ആയിരിക്കും ഗായ്സ്. ഇനി ഡെയിലി വ്ളോഗ് ആയിരിക്കും. എന്തൊക്കെ ഇനി വ്ളോഗ് എല്ലാവരും സപ്പോർട്ട് ആക്കണം. വ്ളോഗ് നമ്മൾ ഭയങ്കര ബാക്കിലോട്ടാണ്. നമുക്ക് ഇൻസ്റ്റാഗ്രാമിലുള്ള അതേ എല്ലാവരുടെയും സപ്പോർട്ട് ഇതിലും വേണം. അപ്പൊ നമ്മളിതാ we are coming guys, we are coming. ഉഷാറാക്കണം. അപ്പൊ എല്ലാരും വ്ളോഗ് ഒന്ന് മിസ് ചെയ്യാണ്ട് കാണുക, എല്ലാം ഇതാക്കുക. ഈ വീഡിയോ ലാസ്റ്റ് ഒരു സംഭവം ഉണ്ട് ഗായ്സ്. ഈ വീഡിയോ നമുക്ക് സർപ്രൈസിന്റെ ഒരു കൂടാരാണ്. സത്യം, വീട്ടിൽ ആർക്കും അറിയില്ല. വീട്ടിലെന്നല്ല, ഇവിടെ ആർക്കും ഒരാൾക്കും അറിയില്ല. അതൊക്കെ എന്റെ ഫ്രണ്ട്സിന് അറിയാം, എന്റെ ഫ്രണ്ട്സിന് അറിയാം. ആർക്കും ഇക്കാക്ക് മാത്രം അറിയുള്ളൂ. നമ്മുടെ ഇക്കാക്ക് മാത്രമാണ് അറിയുള്ളൂ ഈ സംഭവം, നമ്മൾ പോണതും എല്ലാ കാര്യങ്ങളും. അപ്പൊ ഇക്കായിരിക്കും ഞങ്ങളെ പിക്ക് ചെയ്യാൻ വരിക ഇൻഷാ അള്ളാ. അപ്പൊ ഒരു കുഴപ്പങ്ങളും ഇല്ലാണ്ട് നാടെത്താൻ വേണ്ടി എല്ലാവരും ചെയ്യുക. കാരണം ഞങ്ങൾ നെടുമ്പത്തിന് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടാവും. ഈ വീഡിയോ അപ്ലോഡ് ആവുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നല്ല വർക്കത്തോടു കൂടി അവിടെ എത്തിയെന്നാണ് അർത്ഥം. അപ്പൊ എന്തായാലും നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ പോണ വഴിക്ക് കാണാം. അപ്പൊ സാധനങ്ങളൊക്കെ എല്ലാം ഇറക്കി ഇനി നമ്മള് ടാക്സിക്ക് വെയിറ്റിംഗ് ആണ്. ടാക്സിയെ വെയിറ്റ് ചെയ്യാം. ഈ ടാക്സി അപ്പൊ കിട്ടുമെന്നാണ് എനിക്കൊരു ഡൗട്ട്. സാർ ഫ്ലൈറ്റ് 10 മണിക്കാണ്. അത് സീനൊന്നുമില്ല. ടാക്സി കൈ കാണിച്ചു ടാക്സി. ഓക്കെ ഗൈസ്, ടാക്സി കിട്ടി. ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഉള്ളിലേക്ക് വരണം. എന്നിട്ട് ഉള്ളിൽ പോയിട്ട് ബാക്കിയുള്ളത് അവിടെ നിന്ന് കാണാം. ഇതിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മളെ കൊണ്ടാക്കാൻ ആരുമില്ല ഗൈസ്. ഞങ്ങളിവിടെ ഒറ്റക്കാണ്. ഞങ്ങളുടെ ജീവിതം ഒറ്റക്കാണ് ഗൈസ്. എന്നെ മോഹം കാണുന്നുണ്ടോ? അങ്ങനെ ഇതാർക്കും അറിയാത്തൊരു ഓട്ടമാണ്. ഞാൻ അവിടെ പോയി നമ്മൾ ഇക്കാക്ക് മെസ്സേജ് അയക്കണം. ഇക്ക വിളിക്കാൻ വരും. അപ്പം ഇത് നമ്മൾ ഈ വ്ളോഗ് നമ്മൾ എത്തണ വരെയൊക്കെ വരുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഫാമിലീൻ്റെ സർപ്രൈസോട് കൂടിയിട്ട് ഈ വ്ളോഗ് അവസാനിക്കും. ഇത് കഴിഞ്ഞിട്ടുള്ള വ്ളോഗ് എന്തായാലും നിങ്ങൾ കാണണം. നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ സർപ്രൈസും ഫാമിലീനൊക്കെ സർപ്രൈസൊക്കെ നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും വരിക. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റേ എന്താവോ ആർക്കെങ്കിലും അറിയോ ഒന്നും അറിയില്ല. നമുക്ക് ഒരു പിടുത്തമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ഇനി പോണ വഴിക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഇത് വൈകുന്നേരം ഞങ്ങൾ ഷാർജയിലോട്ടുള്ള യാത്ര. പോകുന്ന വഴി വളരെ മനോഹരമാണ്. കച്ചറകളില്ല, ഫുള്ളും വൃത്തികൾ മാത്രം. സൂമാക്ക് കുറച്ച് ഇത് കാണിച്ചെടുക്ക്. ഇതാണ് ദുബായ്. ഇതിൻ്റെ നഗരം ഇങ്ങനെയാണ് രാത്രി. വളരെ വെളിച്ചമുള്ള രാത്രികളാണ്. പലവിടെയും കുറേ സ്ട്രീറ്റ് ലൈറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. സ്ട്രീറ്റ് ലൈറ്റിലും കൊണ്ടുള്ള അഭിഷേകങ്ങളാണ് ദുബായ് മൊത്തം. അങ്ങനെ നമ്മൾ നീണ്ട യാത്ര തുടരുകയാണ്. ഇങ്ങനെ നമ്മൾ ഷെയ്ഖ് ബിൻ സായിദ് റോഡിലൂടെ ഈവനിങ് സമയത്ത് പോകുമ്പോൾ വണ്ടി അടിക്കാതെ സൂക്ഷിക്കണമെന്ന് എല്ലാവരോടും ഓർമ്മിപ്പിക്കുന്നു. ഇങ്ങനെ ഒരു തിരിവിലൂടെ നമ്മൾ മനോഹരമായ കാഴ്ചകളിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഷെയ്ഖ് ബിൻ സായിദ് റോഡ്. ഇതിലൂടെ കുറേ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്നത് കാണാം. ഈ സമയത്തിൽ വളരെ
എന്താണ് ഉണ്ടാവുക ജസതിന് പറയാ? ട്രാഫിക് നിറഞ്ഞ സമയമാണ്. ഓരോ വണ്ടികളും ഓരോ കളറിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ജസ് തിരക്കുണ്ടാവുന്നു. ഇതാണ് ഗൈസ് ഈവനിങ് ടൈം ഈ വഴിക്കൂടെ വരുമ്പോൾ അതാണ് സീന്. വൺ സീനാണ് ട്രാഫിക് എന്നൊക്കെ പറഞ്ഞാൽ. അന്യായ ട്രാഫിക്, പൊളിച്ച ട്രാഫിക് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ നഗരത്തിലൂടെ ഇത്രയും തിക്കും തിരക്കുമേറി നമ്മൾ പല ബാഗുകളുമായി സഞ്ചരിക്കുകയാണ്. ഈ സഞ്ചാരികൾ എങ്ങോട്ടാണെന്ന് നിങ്ങൾ ഗസ് ചെയ്യാമോ? ഷെയ്ഖ് ബിൻ സായിദ് റോഡ് കടന്നു വന്നു. ഇനി നമ്മൾ എങ്ങോട്ടാ? എയർപോർട്ടിലോട്ട്. അപ്പോൾ ഗൈസ് നമ്മളിതാ എയർപോർട്ടിലെത്തി. സാധനങ്ങളൊക്കെ കയറ്റിയതാ. ഇത്രോളം ലഗേജ് ഉണ്ട്. ലഗേജ് അതൊന്ന് ഇന്ന് നീ ഓർത്തിക്കോ. അപ്പോൾ ജാസിന്റെ യാത്രകളാണ് കണ്ടത്. എന്റെ യാത്രകളാണ്, നമ്മൾ രണ്ടാളുടെ യാത്രകൾ. നമ്മൾ ബ്രദേഴ്സാക്കിന്റെ ഇത് ഇട്ടിട്ട് രണ്ടാളും സെയിം കോസ്റ്റ്യൂം ഇട്ടിട്ട്. അത് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഗൈസ് അങ്ങനെ നമ്മൾ നാട്ടിലേക്ക് ഇങ്ങനെ പോവാക്ക. അപ്പം അങ്ങനെ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് ഇവിടുന്ന് വ്ളോഗ് എടുത്ത സീനുണ്ടോ ബ്രോ? നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ പോവാണ്. ജാസ് അന്തം കമ്പിയ തിരക്കുണ്ടോയെന്ന് അറിയില്ല. ഇനി ചെക്ക് ഇൻ ചെയ്യണം. ബാക്കിയുള്ള കാഴ്ചകൾ ചെക്ക് ഇൻ ചെയ്തിട്ട് നമുക്ക് കാണാം അല്ലേ? അപ്പോൾ ഗൈസ് നമുക്ക് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെക്കിനൊക്കെ കഴിഞ്ഞ് എല്ലാം കറക്റ്റാണ്, എല്ലാതായി ഒക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകണത് ജാസ? അപ്പോൾ നമ്മളിനി പൊളിച്ചെടുക്കും. അപ്പോൾ നമ്മുടെ നാട്ടിലോട്ടുള്ള യാത്രയുടെ ഫസ്റ്റത്തെ സംഭവം. ഇനി നാട്ടിൽ നമ്മുടെ നാട്ടിലത്തെ വ്ളോഗ് ഫസ്റ്റ് ടൈം അല്ലേ? അപ്പോൾ നാട്ടിലത്തെ വ്ളോഗ് എല്ലാവരും ഇനി കാണാൻ വേണ്ടി ഇതാക്കുക. അപ്പോൾ ഇനി നമുക്ക് എന്താണെന്നുള്ളത് എയർപോർട്ട് കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? ഇതാണ് ഗൈസ് ഷാർജ എയർപോർട്ട്. ഇവിടെ ഇജാസ് രണ്ട് വാക്കുകൾ നമ്മുടെ ആൾക്കാരോട് പറയുന്നതാണ്. ഷാർജ എയർപോർട്ട് ഒരു മുതൽ എയർപോർട്ടാണ് അല്ലേ? ആണ്. ആൾക്കാർക്ക് എന്താ പറയാ, ഇപ്പൊ ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ് നാട്ടിൽ പോണ സർപ്രൈസിന്റെ അതിന്റെ ഇതിന്റെ ഒക്കെ. കുറെ ക്ലിപ്സ് കിട്ടാണ്ട് ഗായ്സ്, കുറെ പേരുടെ ക്ലിപ്സ് കിട്ടാനുണ്ട്. അതിലൊരു എക്സൈറ്റഡ് ആണ്. ഇതിൽ മൊത്തം സർപ്രൈസിന്റെ കൂമ്പാരാണ് നമ്മൾ ഇറക്കാൻ പോണത് കംപ്ലീറ്റ്. അപ്പോൾ എന്താവും അറിയില്ല. ഇക്ക വിളിക്കാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇക്ക വിളിക്കാൻ വന്നില്ലെങ്കിൽ മൂഞ്ചി. അല്ല ഇക്ക അങ്ങനെ അവിടെ വളമ്പിട്ടുണ്ടെങ്കിൽ പെട്ടു. ഇക്ക ആക്കുന്നില്ല. ഇക്ക വന്നില്ലെങ്കിൽ നമുക്ക് ടാക്സി വിളിച്ചിട്ട് പോകാവുന്ന സീൻ തന്നെ ഉള്ളു. അല്ലാണ്ട് കുറേ കാര്യങ്ങളായിട്ട് ഇതൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾക്ക് ബോർഡിംഗ് പാസ് കിട്ടിക്കഴിഞ്ഞു. അപ്പം ഇനി എന്തൊക്കെയാണെന്നുള്ളത് ഞങ്ങൾ ഇനി ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. അങ്ങനെ നമ്മൾ ഇമിഗ്രേഷൻ കഴിഞ്ഞു. നമ്മൾ ഡ്യൂട്ടി ഫ്രീൻ്റെ ഉള്ളിൽ എടുത്ത് കണ്ടില്ല ഗൈസ്, എല്ലാ വെയിറ്റും എൻ്റെ അടുത്ത്. ക്യാമറ എടുക്കാൻ വേണ്ടി എല്ലാ സംഭവങ്ങളും എൻ്റെ കയ്യിൽ തന്നിക്കുക ഗൈസ്. നല്ല വെയിറ്റ് ഉണ്ട് ഗൈസ്. അപ്പോൾ ഇമിഗ്രേഷനിൽ ഞാൻ മാത്രം അവിടെ പെട്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഡ്യൂട്ടി ഫ്രീ എന്തെങ്കിലുമൊക്കെ തപ്പി നോക്കട്ടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത്. അല്ലെങ്കിൽ വെയിറ്റ് ഒന്നും എല്ലാം വാങ്ങിക്കാനുള്ളതൊന്നും ഇല്ല, എല്ലാം ഫുള്ള് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. ഇനി വണ്ടി ഉന്താൻ വല്ലതും കിട്ടുമോ അല്ലേ? ഉന്താൻ വല്ലതും ഉണ്ടോ? അപ്പോൾ ഇതൊക്കെയാണ് പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഡ്യൂട്ടി ഫ്രീൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കാണാം.
അപ്പോൾ ഗായ്സ് ഞങ്ങളെല്ലാം കഴിഞ്ഞു, ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലോട്ട് പോവുകയാണ്. ഇനി നമുക്ക് വാഷ്റൂമൊക്കെ പോയിട്ട് സെറ്റാവാല്ലേ ജാസേ? വാഷ്റൂമൊക്കെ ഒന്ന് പോയി ആക്കി ഫുഡ് കഴിക്കണം. എന്തെങ്കിലും ഒന്ന് കഴിക്കണ്ട? എൻ്റെ ഉള്ളില് അതെന്താ എൻ്റെ വീടാ? എൻ്റെ വീടാ, അതിൻ്റെ ഉള്ളിൽ കയറി നമുക്ക് തിരിച്ചു വരാന്. അപ്പോൾ ആ ഫുഡ് കോർട്ടിൽ നമ്മൾ കയറി. ഇനിയിപ്പോൾ 9 മണിയാകുമ്പത്തേനും ഗേറ്റ് അടയ്ക്കുവേ. 9 മണിക്ക് ഉള്ളിൽ കയറണം. 8:30 ആയിട്ടുള്ളൂ. 8:30 ആയിട്ടുള്ളൂ. ഓ മാൻ, വാഷ്റൂമൊക്കെ പോയിട്ട് പോവാം. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി ഫ്ലൈറ്റിൽ ഉള്ളിൽ കയറുന്ന വിശേഷങ്ങളൊക്കെ അവിടുന്ന് കാണാം. ഗൈസ് ഒരാള് പണമാണ്, പണം കായ് കണ്ട, എയർപോർട്ടിനുള്ളിൽ നിന്ന് ജ്യൂസൊക്കെ കൊടുക്കാൻ നിൽക്കണ ഏതും ഇത് നോക്കി കണ്ട ഗൈസ്. ജ്യൂസ് വാങ്ങാൻ പോയി കണ്ട, ജ്യൂസ് ബർഗർ എന്തൊക്കെയൊക്കെയോ വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് നമുക്ക് നോക്കാം. കിട്ടണമില്ല. ചെറുതേ കണ്ട നിൽക്കുന്ന സ്റ്റൈൽ നോക്ക് ഗൈസ്. എനിക്ക് ബയ്യ. അപ്പോൾ നോക്കാം ഗൈസ്, അവൻ ജ്യൂസ് കുടിച്ചിട്ട് വരുമോ നോക്കാം നമുക്ക്. ഓക്കെ ഗൈസ്. യോ എന്ത് പപ്പായി അതാ ഞാൻ കുറച്ച് പണക്കാരനുണ്ട്. എനിക്ക് കോളൊക്കെ വരുന്നതൊക്കെ കൊണ്ട് ഫോണൊക്കെ എടുക്കണത്. അപ്പോൾ ഗൈസ് ജ്യൂസ് കുടിച്ച് വരുമോ നോക്കാം നമുക്ക്. എന്താണത് അവിടെ? ജില്ലാടി ജിത്ത് ജില്ലാടി മാമ ഡാലടിക്കോ കറള് കണ്ണാടി. ജ്യൂസ് മാത്രമേ ഉള്ളൂ, ബർഗറൊന്നുമില്ലേ? അപ്പൊ ഗൈസ്, അപ്പൊ നമുക്കിനി ഫ്ലൈറ്റിന്റെ ഉള്ളിൽ നിന്ന് കാണാം അല്ലേ? ഇപ്പോൾ ഗൈസ് ഇമിഗ്രേഷനും കഴിഞ്ഞു, ഞങ്ങൾ യാത്ര തുടരുകയാണ്. ഞങ്ങൾ വി ആർ ഗോയിങ് ടു കോയമ്പത്തൂർ. അല്ലേ ജോസേ? കോയമ്പത്തൂരിലോട്ടാണ് നമ്മുടെ യാത്ര. അപ്പോൾ നമ്മൾ തിരക്കുണ്ടല്ലോ ജോസേ? നമ്മൾ ഗേറ്റ് നമ്പർ 1D അല്ലേ? നമ്മുടെ 1D അല്ലേ? അപ്പോൾ നമ്മുടെ എല്ലാ സംഭവങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. 1D, അതിന് 1C, 1D അവിടെ അല്ലേ? അത് 1B അല്ലേ? നമുക്ക് 1D അല്ലേ? നമുക്ക് വാഷ്റൂം വേണോ? അപ്പോൾ ഏത് ആണ് തോന്നണു. ഇത്രയും പേര് തന്ന പോലെ എനിക്ക്. വണ്ടി തുടങ്ങട്ടെ. അപ്പോൾ ഇതാ ഇനി ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ പിടിക്കും. അപ്പോൾ ജോസേ, ആർ യു എക്സൈറ്റഡ്? Yes, we are excited. വി ആർ എക്സൈറ്റഡ്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അവിടെ എത്തി. നമ്മുടെ ഗേറ്റ് വണ്ടി കാണിച്ചോളൂ. വണ്ടി ജോസേ, ഞങ്ങൾ വണ്ടിയും കൊണ്ട് പോകാൻ പോണത്. വണ്ടിയിലാണ് നിങ്ങളുടെ വണ്ടീൻ്റെ യാത്ര അല്ലേ? അപ്പോൾ ഞമ്മക്കിപ്പോൾ കിട്ടിയ നിർദ്ദേശം കൊച്ചിയിലോട്ട് യാത്ര ചെയ്യാൻ ഭയങ്കര റോഡ് സീനാണെന്നാണ്. ജ്യൂസ്, എൻ്റെ അവക്കാടോ ജ്യൂസ് ഗൈസ് തട്ടിക്കളഞ്ഞിക്കവേ. അപ്പം രാവിലെ പിടിച്ചിട്ട് കയറാൻ നോക്കിയ പോലീസ് ഓഫറിൽ പിടിച്ച് ജ്യൂസ് കുടിച്ചിട്ട് പോയാൽ മതി പറഞ്ഞു. അന്ന് മറ്റേ പട്ടേന്ന് ജ്യൂസ് തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പട്ടേന്ന് കുടിച്ച് തീർത്തില്ലേ, ഒഴിവാക്കിയില്ലേ? ഇരിക്കാവുന്ന സ്ഥലമില്ലല്ലോ. സാധനം ഇവിടെ ഇങ്ങനെ വെക്കണല്ലേ ജോസേ? ഇറ്റ്സ് വെരി ഹെവി മാൻ. ഇവിടെ ചെറുതായിട്ട്
ആദ്യത്തെ വെച്ചോ. അപ്പോൾ അന്ന് കമ്പ്ലീറ്റ് കാണിച്ചു കൊടുക്കണം, എങ്ങനെ നടക്കാം കണ്ട് തിരക്കൊക്കെ കാണിച്ചു കൊടുക്കും. തുറക്കും 9 മണിക്ക്, 1 മണിക്കൂർ മുന്നല്ലേ തുറക്കുള്ളൂ. അപ്പോൾ നമ്മുടെ യാത്ര തുടരുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെത്തിയിട്ട് കുറേ ഇഷ്ടം പോലെ ഇനി അടിക്കട്ടി വ്ളോഗുകളുടെ കൂമ്പാരാണ് നിങ്ങൾ നടത്താൻ പോണത്. എന്താ പറയാനുള്ളത്? വ്ളോഗുകള് കൂമ്പാരം നടക്കാൻ പോകുന്നത്. അപ്പോൾ മല പോലെയാണ് ഞങ്ങൾ വ്ളോഗ് ഇടാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഞങ്ങൾ വ്ളോഗിൽ വളരെ പുറകോട്ടായത് വേറെ ഒന്നും കൊണ്ടല്ല, ഡ്യൂട്ടി കാര്യങ്ങളും നമ്മുടെ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമുക്ക് വ്ളോഗ് എടുക്കാൻ ഒരു അവസരം കിട്ടാണ്ടിരുന്നത്. ഞങ്ങൾക്ക് ദുഃഖം എന്താണ് അതിന് പ്രകടിപ്പിക്കുന്നു. അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകൾ ഇപ്പോൾ ഇവിടെയൊക്കെയാണ്. ഇനിയിപ്പോൾ പോലീസ് വന്ന് പൊക്കുന്നതിന് മുന്നേ നമുക്ക് പോയിട്ട് ബാക്കിയുള്ളത് ഉള്ളിൽ നിന്ന് കാണാം. ഞങ്ങൾ കയറി ഞങ്ങൾ ബസ്സിലാണ് വരുന്നത് നാട്ടിലേക്ക്. ബസ്സിലുള്ള യാത്രയാണ്. ഈ പറയുന്ന ആൾക്കാർക്ക് കുറെ ആൾക്കാർ കയറാണ്ട്. ബസ് ഏതാ ബസ് എന്ന് അറിയണവര് കമന്റ് ചെയ്യാ. എന്ത് ബസ്സാണ് ജാസേ? ഈ പോണ ബസ് തന്നെയാണ് ഇല്ലേ? അപ്പൊ ഞങ്ങള് എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഡയറക്റ്റ് ഫ്ലൈറ്റ്. ഈ സാധനമൊക്കെ തൂക്കി നടക്കുമ്പോഴാവും ബാഗാണ്, ഒന്നും മിസ്സാവണ്ടടാ. അപ്പോ ഇതാണ് നമ്മുടെ സർപ്രൈസ് ട്രാവലിംഗ് ഫോർ ദ ഫസ്റ്റ് ടൈം. പിന്നെ ഒന്നുകൂടി ഉണ്ട് കേട്ടോ. നമ്മൾ ഇതുവരെ മറ്റേ ഇതിന്റെ കോയമ്പത്തൂർ ഇതിലേക്കും പോയിട്ടില്ല. ആര് പറഞ്ഞു? നമ്മള് കോയമ്പത്തൂർ എയർപോർട്ടിലേക്കും ഫസ്റ്റ് ടൈം ആണ് കേട്ടോ. ആര് വീഡിയോ എടുക്കണ്ടവർ? അയാൾ അതിനെവിടെ? അതല്ല, അയാൾ കാണുന്നതിന് മുമ്പ് നിർത്താം. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ കോയമ്പത്തൂരിക്ക് പോണത്. അപ്പോൾ കോയമ്പത്തൂർ നമ്മൾ ഇതുവരെ അടുത്ത്, നമ്മുടെ വീടിൻ്റെ ഏറ്റവും അടുത്ത് കോയമ്പത്തൂരാണ്. എന്നിട്ട് ഈ നേരം വരെ നമ്മൾ കോയമ്പത്തൂർ പോയിട്ടില്ല. കൊച്ചി, കോഴിക്കോട്, ട്രിവാൻഡ്രം ഒന്നും ഞാൻ പോയിട്ടില്ല. നീ പോയിട്ടോ ട്രിവാൻഡ്രം? ട്രിവാൻഡ്രം പോണെങ്കിൽ പിന്നെ അവിടെ നിന്ന് വേറെ ഫ്ലൈറ്റ് എടുക്കേണ്ടി വരും വീട്ടിൽ പോകണമെങ്കിൽ. അപ്പോൾ അങ്ങനെയാണ് യാത്ര തുടരുകയാണ് ഗൈസ്. പിന്നെ നമ്മൾ ഈ പ്രാവശ്യം പോയിട്ട് കുറേ ട്രിപ്പുകൾ അടിക്കാനുള്ള പ്ലാനൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ പ്ലാനുകളുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഇതിപ്പോൾ ആരെങ്കിലുമൊക്കെ ബാക്കിൽ നിന്ന് ഓടി വന്നിട്ട് വീഡിയോ നിർത്താൻ പറയുന്നതിന് മുന്നേ നമുക്ക് വീഡിയോ നിർത്തണം. അപ്പം നമുക്ക് ഇനി ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് നോക്കാം. ഇനി ആൾക്കാർ കുറേ കയറാറുണ്ട്. നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ എത്തിയിട്ട് കാണാം. നമ്മൾ പ്ലെയിനിൽ കയറാൻ വേണ്ടിയിട്ടുള്ള പോയിക്കൊണ്ടിരിക്കലാണ്. ഇതിപ്പോ പാർക്കിംഗ് മാത്രമേ കാണുള്ളൂ. ദുബായിലൊക്കെ ഇങ്ങനെയാണ് പാർക്കിംഗ് എന്ന് അറിയട്ടെ. ആളിറങ്ങണ്ട. ഫ്ലൈറ്റ് ഇവിടെ ഫ്ലൈറ്റ് എയർ അറേബ്യ ആണല്ലോ. നമ്മൾ പോവുകയാണ് ഗൈസ്. നമ്മൾ സ്ഥലം വിടാൻ പോണു. ഇതേല് കയറിയിട്ടുണ്ടാവും അല്ലേ?
ജാസ് ഗെയിനോട്ടൊപ്പം വന്നപ്പോൾ ഇതിനാണ് കയറി. എല്ലാ എയർ അറേബ്യ ഗേറ്റ് നമ്പർ പരസ്യമല്ലേ. അതാ ഫ്രെയിം ജാസേ. എയർ അറേബ്യക്ക് ഇതിനും കൂടുതൽ പരസ്യമില്ല അല്ലേ ജാസേ? ഓക്കെ എയർ അറേബ്യ ജസ്റ്റ് നോക്ക്. നീ ഇല്ലാണ്ട് തന്നെ നീ വ്ളോഗിലുണ്ട്. നീയേ സ്ക്രീൻ ഇല്ലാണ്ട് തന്നെ നീ വ്ളോഗിലുണ്ട്. എൻ്റെ ഡബിൾ ഫ്രെയിം കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ബാക്കി നമ്മൾ കയറാനുള്ള കാഴ്ചകൾ കാണാം അല്ലേ? ഇത് രാത്രിയാണ് ഗൈസ്. എടാ അതെ ജാസേ. മാരക എടാ എത്തിയാ? നമ്മുടെ ഫ്ലൈറ്റിന്റെ ചിറകുകൾ. എല്ലാരും ഇറങ്ങിയില്ല അല്ലേ? ഈ സാധനങ്ങളൊക്കെ തൂക്കി പിടിച്ചാണ് ഏറ്റവും വലിയ ഒരു ചൊറ പരിപാടി. അപ്പൊ നമുക്ക് ഇറങ്ങിയിരിക്കണം. ഞങ്ങള് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടുണ്ട്. പണ്ടാറ് വെയിറ്റ് കണ്ടത്. നിർത്തി കയറി. സെയിം ഇതിന് പോലെ പറഞ്ഞു. എടുത്തോ? ഗൈസ് we are going full frame എടുക്ക്. കയറുന്നത് നിന്നിട്ട് എടുക്ക് ഫുൾ ഫ്രെയിം. അപ്പൊ ബൈ ബൈ ദുബായ്. see you guys. അപ്പോ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കാം. ഹായ് ഫുർഹീൻ. Okay. 12. Yeah. Yes. നമ്മൾ എൻ്റർ ആയിട്ടുണ്ട്. ഏതൊരു സീറ്റ് നമ്പർ? ട്വൽവ് ബി. നമ്മൾ വിൻഡോ സീറ്റാണ് എടുത്തിരിക്കുന്നത്. കാരണം നമുക്ക് പെട്ടെന്നൊക്കെ ജമ്പ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും എളുപ്പം അല്ലേ? അപ്പോൾ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിച്ചാൽ സാർ ഇതാണ് നമ്മുടെ ഇന്നത്തെ കവച കുണ്ടലം. ഞാൻ വെച്ചരാ. നീ പിടിച്ചോ, ബ്ലോഗ് പിടിച്ചോ. 3 പാസ്പോർട്ടോ ഗൈസ്? ഓരോരുത്തർക്കും ഓരോ ഇതൊന്നുമില്ല. ബാഗാ വേണ്ട. വിൻഡോ സീറ്റ് ഒന്നുമില്ല. ഇതന്നെ സ്പേസ്. അത് എനിക്ക് പണ്ടേ വിൻഡോ സീറ്റിനോട് കമ്പാണ് ഗൈസ്. ഇങ്ങനെ പിടിക്കുന്നത് നമ്മൾ കാണുമല്ലേ? കയറി ഗൈസ്, കയറി. Now let's go. ജാസിന് വിൻഡോ സീറ്റ് വേണത്ര. ഞാൻ പറഞ്ഞ അവിടെ ഓൾ ഇട്ടോന്ന് മുകളിൽ.
അപ്പോൾ നമുക്ക് പൊളിച്ചെടുക്കണം നാട്ടിൽ. ആവണം. നീ വീട്ടിൽ നിന്ന് AC എടുത്തിട്ട് വരണോ? ഇപ്പോൾ പറ്റില്ലേ? AC ഓണാക്കാൻ പോലും അറിയില്ല. നല്ല മുന്നേ ഫോണ് പോയി വിചാരിച്ചു. ഐഫോൺ എടുത്ത് ഒരു ഫോൺ എന്നുള്ളൂ. അപ്പോൾ സ്വന്തം കമ്പനി ഇത് നോക്കി പഠിക്കണം. നീ അവിടെ എത്തുമ്പോഴത്തേനും ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടാവും. അവിടെ എക്സാം ഉണ്ട്. അതിൽ ജയിച്ചാൽ മാത്രമേ നിന്നെ പുറത്തിറക്കുള്ളൂ. മാറിയോ എങ്ങനെയാണ് ചാടേണ്ടതെന്ന് മാത്രം പഠിപ്പിച്ചെന്നാ മതി. നമുക്ക് ഈ എക്സിറ്റിന്റെ ഇത് എടുക്കണോണ്ടുള്ള ഉപകാരം എന്താണെന്ന് അറിയോ? നമുക്കില്ലേ കുറച്ച് ലെഗ് സ്പേസ് കിട്ടും. മനസ്സിലായോ? ലെഗ് സ്പേസ് ആണ് ഇതിന്റെ മെയിൻ. ഇത് ഓക്കെ എന്താ എനിക്കത് പറയാനുള്ളത്? നമ്മൾ തമ്മിൽ ഫ്ലൈറ്റിൽ ആദ്യമായിട്ട് ഒരുമിച്ചല്ലേ? ഞാനും ഇവനും കൂടിയിട്ട് ഒരുമിച്ച് ആദ്യമായിട്ട് പോണത് ജസിന്റെ. അപ്പോൾ എന്തൊക്കെയാണ് ജസിന്റെ എന്റെ മൊബൈൽ എന്തൊക്കെയാ പ്ലാൻ? നാട്ടിൽ പോവാ, കുറച്ച് കിടിലും വ്ളോഗേഴ്സ് ഇറക്കണം. ഈ വ്ളോഗേഴ്സ് ഇറക്കണം, ഈ വ്ളോഗ് ഇറക്കണം. പിന്നെ അതേപോലെ നാട്ടിൽ കുറേ പ്രൊമോഷൻ വർക്ക്സ് ചെയ്യണം. പിന്നെ കുറേ റിസോർട്ട്, നമ്മൾ കുറേ തണുപ്പുള്ള സ്ഥലത്തേക്കൊക്കെ പോകുന്നുണ്ട്. തണുപ്പുണ്ടോ ഇല്ല, മഴ ഉണ്ടോയെന്നൊന്നും അറിയില്ല. അപ്പം അങ്ങനെ കുറേ പരിപാടികളുണ്ട്. مستمعينا الكرام أهلا بكم على متن العربية للطيران. تفضلوا بالجلوس في مقاعدكم. نرجو منكم التأكد من وضع أمتعتكم المحمولة ونذكركم بأن التدخين بما في ذلك السجائر الإلكترونية والفيب ممنوع منعا باتا على متن الطائرة، بما في ذلك دورات المياه الملزمة بأجهزة إنذار كاشفة للدخان. تتوفر الآن المقاعد الشاغرة في الصفوف الأمامية للشراء. إذا كنت ترغب في الترقية إلى أحد هذه المقاعد يرجى التحدث إلى നമ്മളിതാ കോയമ്പത്തൂർ എയർപോർട്ട് എത്തിയിട്ടുണ്ട്. എല്ലാ പരിപാടിയും എല്ലാം ഇക്ക വന്നിട്ട് നോക്കിയിരുന്നു. അപ്പോൾ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടതാ നമ്മൾ നമ്മുടെ ലഗേജൊക്കെ ആയിട്ട് നമ്മൾ നേരെ കോയമ്പത്തൂർ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. എന്താണ് ജോസഫ് പറയാനുള്ളത്? ചെക്കിങ്ങില് കൊച്ചിയിൽ പോലും ഇല്ല എത്ര ചെക്കിങ്. മാരക ചെക്കിങ്. ഞങ്ങളെ കണ്ടിട്ടാണോന്ന് അറിയില്ല, ഒരു മാരക ചെക്കിങ് ആയിരുന്നു ഗൈസ്. അതൊക്കെ അക്ക വന്നിട്ട് വിളിക്കാൻ. ഇക്കയാണ് വിളിക്കാൻ വന്നിരിക്കുന്നത്. ഓ ഫുള്ളാണോന്നാ? ഇതാ ഇക്കയാണ് വിളിക്കാൻ വന്നിരിക്കുന്നത്. വീഴോ? ചേട്ടാ അത് പ്രസ് ചെയ്ത അങ്ങനെ മാറി. ഓക്കെ റോക്സ് നല്ല ചെക്കിങ് ഉണ്ടല്ലേ ഇതിൻ്റെ ഉള്ളില്. മറ്റേ ഇറങ്ങുമ്പോൾ തന്നെ കുറേ പേര് ചെക്ക് ചെയ്യണ്ടായിരുന്നില്ല. ഫ്ലൈറ്റിൽ ഇറങ്ങുമ്പോൾ തന്നെ കുറേ പേരിനെ മാറ്റി. ഇതാ രഥം, നിങ്ങളുടെ നാട്ടിലത്തെ രഥം. ഇത് ആദ്യം ഫ്രണ്ടിൽ വെക്കട്ടെ.
ഏത് ഏ നിങ്ങൾക്ക് കയറുമോ? എന്താ ഓണപ്പരിപാടിയൊക്കെ? എന്താന്നറിയോ ഇത് ഫ്രണ്ട് കേൾക്കാം. എന്നാ അപ്പൊ കഴിച്ച നമുക്ക് പോണ അവിടെ നിന്ന് കാണാം. ആ ഇത് ഇങ്ങോട്ട് വെക്കാം. ഇങ്ങനെ വെക്ക്. ഇപ്പൊ നമ്മള് കോയമ്പത്തൂര് ചായ കുടിക്കാൻ വേണ്ടി എത്തിയില്ലേ? അവിടെ എവിടെയെങ്കിലും പോയി ചോദിച്ചോ. അപ്പോതാ ജസ്റ്റ് കോയമ്പത്തൂർ ചായ കുടിക്കാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ എന്താ പറയുള്ളൂ നമ്മുടെ വ്ളോഗില് വിളിക്കാൻ വന്നിട്ട് ചായ കുടിക്കാറുണ്ട്. ചായ എടുക്കാം. 3 നീ കൊണ്ടോ? അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ കടയിലോട്ട്. ബനാന ചിപ്സ്. നമ്മൾ കോയമ്പത്തൂർ പോയി കഴിഞ്ഞാൽ ഇതേപോലത്തെ ബ്രീസ് ഇഷ്ടം പോലെയാണ്. ഈ സ്പോട്ട് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല കേട്ടോ. ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. ഫുൾ LNTയിൽ കംപ്ലീറ്റ് ആയിട്ടും കകത്ത് വേണം കഴിക്കാൻ സ്ഥലം. പറിക്കോട്ടെ. ഇത് പറിക്കുക. ഇതെന്താ ഇതെന്നത്? ആ ഓക്കെ. മുന്തിരിയോ? എടുക്കണം. ബർക്കി ഒരു സാധനം തന്നെ. ഒരു ഇതെടു. ഇത് കേക്കാ? ഇത് അതൊന്ന്. ഒരു തേങ്ങാ പണ്ണുതാ. ഇതെടുത്ത് പറയണം. വിഷമല്ലേ? മധുരം കുറഞ്ഞ ചായയും പിടിക്കാനൊക്കെ പറഞ്ഞിരിക്കുക. എയർപോർട്ടിൽ നിന്ന് വാഷ്റൂം പോകേണ്ട ഇവിടെ വന്നപ്പോൾ വാഷ്റൂം അതിലെന്താ പറഞ്ഞത്? എയർപോർട്ടിൽ നിന്ന് വാഷ്റൂം പോകാൻ എനിക്കില്ല. അത് മടങ്ങി വിളിച്ചോ. ബ്രദേഴ്സ് ട്രാക്ക് നാട്ടിലെത്തിയിട്ടുണ്ട്.
എല്ലാവരും. അപ്പോൾ ഇന്നത്തെ ഇപ്പോൾ ഈ പരിപാടി ഇവിടെ നിർത്തും. അടുത്ത വ്ളോഗ്, ഇത് കഴിഞ്ഞിട്ടുള്ള വ്ളോഗ് വരാൻ പോണത് മൊത്തം കംപ്ലീറ്റ് സർപ്രൈസിങ് വ്ളോഗാണ്. ഇതന്നെ ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അതുകൊണ്ട് ഇനി വരാനുള്ള വ്ളോഗിലെ ജാസേ ഫുൾ സർപ്രൈസ്. ആർക്കും അറിയില്ലല്ലോ അല്ലേ? ആർക്കും പറഞ്ഞിട്ടൊന്നുമില്ല. വരുന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഒക്കെ മാത്രമാണ് കാരണം. അല്ല, ഞാൻ നിന്റെ ചോദിച്ചത് വരുന്ന് പറയും. വരും പറഞ്ഞിട്ടൊന്നുമില്ല. ഈ വ്ളോഗിലെ ജാസേ നമ്മളിവിടുത്തെ കോയമ്പത്തൂരിൽ നിന്ന് ഇറങ്ങി ഇതൊക്കെ വിളിക്കാൻ വന്ന് ചായ കുടിയോട് കൂടിയിട്ട് ഈ വ്ളോഗ് കൊടുത്ത് തീരും. ഇത് കഴിഞ്ഞ് വരുന്നത് കംപ്ലീറ്റ് സർപ്രൈസിങ് വ്ളോഗുകൾ മാത്രമാണ്. അതായത് ആർക്കും അറിയില്ല നമ്മൾ പോണത്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകണതും എല്ലാവരും വീട്ടിൽ പോകണതും എല്ലാം സർപ്രൈസ് വീഡിയോ അടുത്തതിലാണ് വരിക. അപ്പോൾ ഇത് കണ്ടവർ അടുത്ത വീഡിയോ എന്തായാലും കാണണം. അപ്പോൾ ബ്രദേഴ്സ് ട്രാക്ക് ഓൺ പാലക്കാട്.